ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് പല സന്യാസ ക്രൈസ്തവ സമൂഹങ്ങളെയും ഭരണകൂടം പിരിച്ചുവിട്ടു. സന്യാസ സമൂഹത്തെ പിരിച്ചുവിട്ടെങ്കിലും സന്യാസം ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്ത രണ്ട് കന്യാസ്ത്രീകൾ പല വീടുകളിലും പോയി കുട്ടികളെ സ്വകാര്യമായി ആദ്യ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഒരുക്കി. അങ്ങനെ അവരൊരുക്കിയ കുട്ടികളിൽ ഒരാൾ, ഒരു 13 വയസ്സുകാരൻ, രാത്രിയിലാണ് ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിച്ചത്. വിപ്ലവകാരികളുടെ ഭീഷണി നിലനിൽക്കെ മെഴുകുതിരിയുടെ വെട്ടത്തിൽ അവൻ, ഈ 13 വയസ്സുകാരൻ, യേശുവിനെ സ്വീകരിച്ചു. വെട്ടം പുറത്തു പോകാതിരിക്കാൻ പള്ളിയുടെ ജനലുകളും വാതിലുകളും മറ്റും ഭദ്രമായി അടച്ചിരുന്നു. എന്നാൽ താൻ ഹൃദയത്തിൽ സ്വീകരിച്ച യേശുവിൻ്റെ പ്രകാശം ലോകം മുഴുവൻ പ്രസരിപ്പിക്കാനിരുന്ന ഒരു കുട്ടിയാണ് തങ്ങൾ അന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് ഒരുക്കിയതെന്ന് കന്യാസ്ത്രീകളാരും അന്ന് തിരിച്ചറിഞ്ഞില്ല. ആ 13 വയസ്സുകാരൻ നമുക്ക് പരിചയമുള്ള ഒരാളാണ്, വിശുദ്ധ ജോൺ മരിയ വിയാനി. ഓഗസ്റ്റ് 4 തീയതിയാണ് തിരുനാൾ ദിനം. ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച ഓഗസ്റ്റ് 3 തീയതി ആഘോഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ തിരുനാൾ. ജാൻ ബാപ്റ്റിസ്റ്റ് മേരി വിയാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 1786 ജനനം, 1859 മരണം. ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥൻ, ആഴ്സല വികാരി. ഇടവകയിലും ചുറ്റുപാടുകളിലും വിപ്ലവാത്മകമായ ആത്മീയ രൂപാന്തരം വരുത്തിയ അച്ഛൻ. ഫ്രാൻസിലെ ലിയോൺസിനടുത്തുള്ള ദർദീയി ഗ്രാമത്തിലാണ് ജനിച്ചത്. അന്ന് തന്നെ മാമോദിസ മുക്കി. 6 മക്കളിൽ 4ാമത്തെയാളാണ്. 1790 ഫ്രഞ്ച് വിപ്ലവം വൈദിക വിരോധത്തിൻ്റെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതോടെ പല വൈദികരും ഒളിവിലിരുന്നു കൊണ്ടാണ് ഇടവകക്കാരുടെ ആത്മീയാവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത്. പള്ളിയിൽ പോകുന്നത് വിലക്കപ്പെട്ടു. എങ്കിലും വിയാനിയുടെ വീട്ടുകാർ ദൂരെയുള്ള ഗ്രാമങ്ങളിൽ പോയി ദിവ്യബലിയിൽ സംബന്ധിച്ചു. ജീവന് ഭീഷണി ഉണ്ടായിട്ടും കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന വൈദികരെ ജോൺ മരിയ വിയാനി വീരപുരുഷന്മാരായി സങ്കല്പിച്ചു. പിന്നീട് അദ്ദേഹം തന്നെ വീരപുരുഷനായ വൈദികനായി മാറി. വൈദികരുടെ ധീരമായ മാതൃകകളാണ് പൗരോഹിത്യത്തിലേക്കുള്ള ഏറ്റവും നല്ല ദൈവവിളി ക്യാമ്പ്. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ അവസ്ഥ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരും. സവിശേഷമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ, മറ്റു രൂപതകളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വൈദികരുടെ ദുർമാതൃക. വീരപുരുഷന്മാരായി നിൽക്കേണ്ട വൈദികരെ വിശ്വാസികളെ തെറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് അനുസരണക്കേടും ധിക്കാരവുമായിട്ട് നടക്കുന്നു. അവരുടെ ആത്മീയാവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കേണ്ടവർ അവരുടെ ആത്മീയാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നു. അവരുടെ എല്ലാ സമരമാർഗങ്ങളും പരിശുദ്ധ കുർബാന ഉപയോഗിച്ചുകൊണ്ടാണ്. ആ പരമപരിശുദ്ധ കൂദാശ. അവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. നമുക്ക് പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റു രൂപതകളിലും ഈ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പ്രവൃത്തിയാണ്, ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയല്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കോപ്രായങ്ങളുണ്ട്. അവിടെയെല്ലാം ഇൻ പെഴ്സോണ ക്രിസ്തി, യേശു ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ടാണ് തങ്ങൾ ഈ വിശുദ്ധ കർമ്മം ചെയ്യുന്നത് എന്ന ബോധ്യത്തിലേക്ക് വരാനായിട്ട് സവിശേഷമായിട്ട് വിയാനി അച്ഛൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് എല്ലാ വൈദികർക്ക് വേണ്ടിയും സവിശേഷമായി ദുർമാതൃക നൽകി, വീരപുരുഷന്മാരായിരിക്കേണ്ടതിന് പകരം ദുർമാതൃക നൽകി സമൂഹത്തെ, സഭയെ നാറ്റിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന അവർക്ക് വേണ്ടി കൂടി ചൊല്ലി ആ പ്രാർത്ഥന കാഴ്ചവെച്ചിട്ട് വേണം അവർക്കെല്ലാം തിരുനാൾ ആഘോഷിക്കാൻ എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന്, അതായത് ഓഗസ്റ്റ് 3 തീയതി തിരുനാൾ ആഘോഷിക്കുന്ന മറ്റ് വിശുദ്ധരെ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്വർഗത്തിൽ നമ്മുടെ കൂട്ടുകുടുംബമാണല്ലോ വിശുദ്ധർ. 17,003 പേരെയാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അതേസമയം നമുക്കറിയാം, സ്വർഗത്തിൽ വലിയ ഒരു ജനക്കൂട്ടം
ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച വിചിദ്ധര്, സകല ജനതകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും പെട്ട മഹാജനക്കൂട്ടം, ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത മഹാപുരുഷാരമാണ് ഈ വിചിത്രരുടെ കൂട്ടം സ്വർഗത്തിലുള്ളത്. വെള്ള നിലയങ്കി ധരിച്ചും കയ്യിൽ കുരുത്തോലയുമായി വെളിപാട് 7:9 ദൈവത്തിന് സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകല് ഈ വിശുദ്ധര് ആരാധിക്കുന്നു. വെളിപാട് 7:14-15. മാലാഖയുടെ കലള സ്വർണ്ണ ധൂപകലശത്തിൽ സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ ചേർക്കുന്നു. ധൂപത്തിൻ്റെ പുക വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറുന്നു. വെളിപാട് 8:1-4. ഏകമധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകളും സ്വർഗീയ സിംഹാസനത്തിലേക്ക് കയറുന്നു. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും. ഈ തിരുവചനങ്ങളും വിശുദ്ധർക്കുള്ള സ്ഥാനം വെളിപ്പെടുത്തുന്നു. സുവിശേഷൻ ലോകമൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം വിശുദ്ധർ ചെയ്തതും അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടണം എന്ന യേശുവിൻ്റെ കൽപ്പന മർക്കോസ് 14:9. അതും വിശുദ്ധരുടെ പ്രാർത്ഥനകളും വിശുദ്ധരുടെ സ്മരണയും വേണമെന്നതിലേക്ക് കൈ ചൂണ്ടുന്നു. സവിശേഷമായി 2033 വിശുദ്ധ വർഷം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 ആ മഹാജൂബിലി വത്സരത്തിലുള്ള ഒരുക്കം വിശുദ്ധരോടൊപ്പം ഒരുങ്ങുന്ന നവവത്സര ധ്യാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വിശുദ്ധരുടെ പേരുകൾ പരിചയപ്പെടുന്നത്. പിന്നീട് അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ ധ്യാനിക്കും. 9 വത്സരം നീണ്ടു നിൽക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പേരുകൾ പരിചയപ്പെടുന്നു. ഇന്ന് ഓഗസ്റ്റ് 3-ാം തീയതി നമ്മൾ ഓർക്കുന്ന വിയാനിയച്ചനെ കൂടാതെ ഓർക്കുന്ന വിശുദ്ധരുടെ പേരുകൾ: അബീബാസ്, അന്തോണി ദ റോമൻ, അസ്പ്രേൻ ഓഫ് നേപ്പിൾസ്, അഗസ്റ്റിൻ ഗസോറ്റിക്, ബെന്നോ ഓഫ് മെറ്റ്സ്, ദൽമാസിയൂസ്, യുഫ്രോണിയൂസ് ഓഫ് ഔത്തുൻ, ഫൗസ്തുസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഫുൾജൻസിയൂസ് ഓഫ് ക്വസേദ, ഗമാലിയേൽ, ഗൗദൻസിയ, ഗോഡ്ഫ്രേ ഓഫ് ലെ മോൻസ്, ഗ്രിഗറി ഓഫ് നൊനാൻതുല, ഹൊർമെല്ലുസ്, ലൂയിസ് ദെ ഓർത്തോഫൻ, മാർസിയൂസ് ഓഫ് മൊന്തെക്കസീനോ, മരിയ കോൺസോലാത്രിക്സ് ഓഫ് വെറോണ, പിയത്രോ ഓഫ് അനാഗ്നി, സെനാഹ് ഓഫ് ക്ലോനാഡ്, ട്രിയ ഓഫ് ആർദെത്രേ, വാൾത്തെ ഓഫ് മെൽറോസ്, പിന്നെ മാർട്ടിർസ് ഓഫ് കൊറിയ പേത്രുസ് യോസുക്, തെരേസ ക്വാൻ ഹിയോൺറേ, martyred in the Spanish Civil War, Andre Avelino Gutierrez Moral, Antonio Isidoro Arue Peiro, Eleuterio Manjo Lopez, Eugenio Ramon Salvador, Federico Lopez Lopez, Francisco Bandres Sanchez, Geronimo Limon Marquez, Jose Guardiat Puyol, Patricio Beobide Sendoya, Ricardo Gil Barcelon, Salvador Ferrandis Segui, Virgins of Vercelli, Ambelia, Flavia, Leoncia, Licinia. ഇതിൻ്റെ പേരുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിവിധ ഭാഷകളിലെ പേരുകളാണ്. എങ്കിലും ഞാൻ ഇംഗ്ലീഷിലുള്ള പേരുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വിശുദ്ധരോടൊപ്പം. വിശുദ്ധരാണ് തിരുവചനത്തിൻ്റെ ഏറ്റവും നല്ല വ്യാഖ്യാതാക്കൾ എന്നാണ് ബെനഡിക്ട് പാപ്പ പറയുന്നത്. വിശുദ്ധരോടൊപ്പം വിശുദ്ധ വത്സരത്തിന്, മഹാജൂബിലി വത്സരത്തിന് നമുക്കൊരുങ്ങാം. നമുക്കും വിശുദ്ധരാകാനുള്ള മോഹം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വഴിയിൽ, വചനത്തിൻ്റെ വഴിയിൽ, കൂതാശയുടെ വഴിയിൽ, പരസ്നേഹത്തിൻ്റെ വഴിയിൽ, അങ്ങേയറ്റം മറ്റുള്ളവർക്ക് തുറന്നിരിക്കുന്നതിൻ്റെ വഴിയിൽ, കർത്താവിൻ്റെ തേജസ്സിലേക്ക് ചെന്നെത്താനുള്ള വഴിയിൽ സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയട്ടെ.